ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 8ഉം 9ഉം അധ്യായങ്ങളാണ്. ഈ 2 അധ്യായങ്ങളും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും നിർണായകവും ഇരുണ്ടതുമായ വഴിത്തിരിവുകളിൽ ഒന്നാണ്. ഇതുവരെ ദൈവം തൻ്റെ ജനത്തെ ശത്രുക്കളുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ ഓരോ ന്യായാധിപന്മാരെ ഉയർത്തിയിരുന്നു. എന്നാൽ ഇവിടെ കഥയുടെ ശ്രദ്ധ പുറം ശത്രുക്കളിൽ നിന്ന് മനുഷ്യഹൃദയത്തിനുള്ളിലെ കൂടുതൽ അപകടകരമായ ശത്രുവിലേക്ക് മാറുന്നു. അഹങ്കാരം, ആത്മീയ വിട്ടുവീഴ്ച, അധികാരമോഹം. ഈ ഭാഗം ഗിദെയോൻ ഒരു വിജയിയായ ദൈവദാസനായി ആരംഭിക്കുമ്പോൾ സ്വയം രാജാവായി ഉയർത്തിക്കൊണ്ട അബീമലേക്കിൻ്റെ ദുരന്ത കഥയിലേക്കാണ് അവസാനിക്കുന്നത്. ഈ 2 അധ്യായങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി പലപ്പോഴും പുറത്തുനിന്നുള്ള പീഡനമല്ല, മറിച്ച് ഉള്ളിൽ വളരുന്ന അഹങ്കാരവും ആത്മീയ വീഴ്ചയും സ്വാർത്ഥ മോഹങ്ങളുമാണ്. 8ാമത്തെ അധ്യായം മിദ്യാന്യരുടെ മേലുള്ള അത്ഭുതകരമായ വിജയത്തിന് ശേഷം ഗിദെയോൻ അവരുടെ രാജാക്കന്മാരായ സബഹിനെയും സൽമുന്നായെയും പിന്തുടരുന്നു. വഴിമധ്യേ തൻ്റെ സൈനികർ ക്ഷീണിതരായിരുന്നതിനാൽ സൂക്കോത്തിലെയും പെനുവേലിലെയും ജനങ്ങളോട് ഭക്ഷണം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മിദ്യാന്യർ തിരിച്ചു വരുമോ എന്ന ഭയത്താൽ അവർ സഹായിക്കാൻ വിസമ്മതിക്കുന്നു. വിജയം പൂർത്തിയാക്കിയ ശേഷം ഗിദെയോൻ മടങ്ങിവന്ന് അവരുടെ അവിശ്വാസത്തിനും ഭീരുത്വത്തിനും ശിക്ഷ നൽകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് വിശ്വാസം യുദ്ധഭൂമിയിൽ മാത്രമല്ല, ത്യാഗം ആവശ്യമായ നിമിഷങ്ങളിലും പരീക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടൊപ്പം നിൽക്കാൻ വിസമ്മതിച്ചവർ വിശ്വസ്തതയ്ക്ക് പകരം താൽക്കാലിക സുരക്ഷയാണ് തിരഞ്ഞെടുത്തത്. ശേഷം ഗിദെയോൻ മിദ്യാന്യരുടെ രാജാക്കന്മാരെ പിടികൂടി നീതി നടപ്പാക്കുന്നു. അതിനുശേഷം ഇസ്രായേലിയർ അവനോടൊരു അസാധാരണമായ അഭ്യർത്ഥന നടത്തുന്നു. നീ നിൻ്റെ മകനും നിൻ്റെ മകൻ്റെ മകനും ഞങ്ങളെ ഭരിക്കണം. ഇസ്രായേലിൽ രാജഭരണം സ്ഥാപിക്കാനുള്ള ആദ്യത്തെ ഗൗരവമായ ശ്രമമായിരുന്നു ഇത്. ആ സമയത്ത് ഗിദെയോൻ പഴയ നിയമത്തിലെ ഏറ്റവും മഹത്തായ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് നടത്തുന്നു. ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, യഹോവ തന്നെ നിങ്ങളെ ഭരിക്കും. ഈ വാക്കുകൾ ദൈവത്തിൻ്റെ നിയമബന്ധത്തിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ മനുഷ്യ നേതാക്കളിൽ ആശ്രയിക്കാനല്ല, ദൈവത്തെ തന്നെയാണ് തങ്ങളുടെ രാജാവായി അംഗീകരിക്കേണ്ടത്. എന്നാൽ ദുഃഖകരമായി ഗിദെയോൻ്റെ പ്രവർത്തികൾ അവൻ്റെ വാക്കുകളെ പിന്തുടർന്നില്ല. യുദ്ധത്തിൽ ലഭിച്ച സ്വർണ്ണക്കമ്മലുകളിൽ നിന്ന് ഒരു പങ്ക് വാങ്ങി അവനൊരു എഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഒഫ്രയിൽ സ്ഥാപിച്ചു. അതൊരു സ്മാരകമായിരുന്നോ ആരാധനാ വസ്തുവായിരുന്നോ എന്നത് വ്യക്തമല്ല. എന്നാൽ അതിൻ്റെ ഫലം അത്യന്തം ദാരുണമായിരുന്നു. ഇസ്രായേൽ അതിനെ വിഗ്രഹമായി കാണാൻ തുടങ്ങി. അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കെണിയായി മാറി. ഇവിടെ തിരുവെഴുത്ത് നമ്മെ ഗൗരവമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നല്ല ഉദ്ദേശങ്ങൾ പോലും ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികളെ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. ഗിദെയോൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലും ആത്മീയ അധപതനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അവൻ ധാരാളം ഭാര്യമാരെ സ്വീകരിച്ചു. 70 പുത്രന്മാർക്ക് പിതാവായി. അവരിൽ ഒരാൾക്ക് അബീമലേക്ക് എന്ന പേരിട്ടു. അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ രാജാവാണ്. എത്ര വലിയ വിരോധാഭാസം! പരസ്യമായി യഹോവയാണ് നമ്മുടെ രാജാവ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ സ്വന്തം മകൻ്റെ പേരിലൂടെ രാജകീയ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ്റെ അധരങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്വം ഏറ്റുപറഞ്ഞെങ്കിലും അവൻ്റെ കുടുംബജീവിതം ലോകത്തിൻ്റെ മഹത്വത്തെ പ്രതിഫലിപ്പിച്ചു. ഗിദെയോൻ മരിച്ചതോടെ ഇസ്രായേൽ വളരെ വേഗം യഹോവയെ ഉപേക്ഷിച്ച് വീണ്ടും ബാലിൻ്റെ ആരാധനയിലേക്ക് തിരിയുന്നു. ഗിദെയോൻ്റെ കുടുംബത്തോടുള്ള നന്ദി പോലും അവർ മറന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ തലമുറയും ദൈവവുമായി സ്വന്തമായൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് എന്നതാണ്. ആത്മീയ പാരമ്പര്യം വ്യക്തിപരമായ വിശ്വാസത്തിന് പകരമാകില്ല. 9ാം അധ്യായത്തിൽ ബൈബിളിലെ ഏറ്റവും ദുരന്തപൂർണമായ വ്യക്തികളിൽ ഒരാളായ അബീമലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. മുമ്പത്തെ ന്യായാധിപന്മാരെ പോലെ അവനെ ദൈവം വിളിച്ചിട്ടില്ല. അവൻ സ്വയം തന്നെ ഉയർത്തി. അധികാരം നേടുന്നതിനായി ശേഖേമിലെ നേതാക്കളെ തൻ്റെ പക്ഷത്താക്കുകയും അവരുടെ പണം ഉപയോഗിച്ച് അധാർമികരായ ആളുകളെ കൂലിക്കെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സ്വന്തം 70 സഹോദരന്മാരിൽ 69 പേരെയും ഒരേ കല്ലിന്മേൽ കൊന്നൊടുക്കുന്നു. ഏറ്റവും ഇളയവനായ യോഥാം മാത്രം രക്ഷപ്പെടുന്നു. ഇവിടെ നാം നിയന്ത്രണമില്ലാത്ത അധികാരമോഹത്തിൻ്റെ ഭീകരമായ വളർച്ച കാണുന്നു. അധികാരം നീതിയേക്കാൾ പ്രധാനമാകുമ്പോൾ സ്വന്തം കുടുംബം പോലും ബലിയാകുന്നു. ശേഖേമുകാർ അബീമലേക്കിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. യോശുവ ഒരിക്കൽ ഇസ്രായേലിനെ ദൈവത്തോടുള്ള നിയമബന്ധം പുതുക്കാൻ വിളിച്ച അതേ ശേഖേമിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ സ്ഥലമായിരുന്നിടം ഇപ്പോൾ ദൈവഭരണത്തിനെതിരായ കലാപത്തിൻ്റെ വേദിയായി മാറുന്നു. ഓടിപ്പോകുന്നതിന് മുമ്പ് യോഥാം തിരുവെഴുത്തിലെ ഏറ്റവും മനോഹരമായ ഉപമകളിലൊന്ന് പറയുന്നു.
മരങ്ങൾ ഒരു രാജാവിനെ അന്വേഷിക്കുന്നു. ഒലിവുമരം വിസമ്മതിക്കുന്നു, അത്തിമരം വിസമ്മതിക്കുന്നു, മുന്തിരിവള്ളി വിസമ്മതിക്കുന്നു. ദൈവം നൽകിയ ഫലം കായ്ക്കുന്ന ശുശ്രൂഷ ഉപേക്ഷിച്ച് അധികാരം തേടാൻ അവരില്ല. അവസാനം ഫലമൊന്നും നൽകാത്ത മുൾച്ചെടി മാത്രമാണ് സന്തോഷത്തോടെ രാജാവാകാൻ തയ്യാറാകുന്നത്. ഈ ഉപമയുടെ സന്ദേശം അതീവ ആഴമുള്ളതാണ്. ദൈവത്തിനു വേണ്ടി യഥാർത്ഥത്തിൽ ഫലപ്രദമായി ജീവിക്കുന്നവർ സാധാരണയായി അധികാര പദവികൾക്കായി മത്സരിക്കാറില്ല. എന്നാൽ ഉള്ളിൽ ശൂന്യരായവരാണ് പലപ്പോഴും അധികാരത്തിനായി അത്യാഗ്രഹം കാണിക്കുന്നത്. യോഥാം ഒരു പ്രവചന മുന്നറിയിപ്പോടെ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അനീതിയുടെയും ദുഷ്ടതയുടെയും മേൽ പണിത നേതൃസ്ഥാനം ഒടുവിൽ സ്വയം നശിക്കും. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നു. ദൈവം അബീമലേക്കിനെയും ശേഖേമിലെ നേതാക്കൾക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നു. പരസ്പരം വഞ്ചന ആരംഭിക്കുന്നു. അക്രമം വർദ്ധിക്കുന്നു. നഗരങ്ങൾ കത്തിക്കുന്നു. ആയിരങ്ങൾ മരിക്കുന്നു. അവസാനം അബീമലേക്ക് തേബേസിലെ ഗോപുരത്തെ ആക്രമിക്കുമ്പോൾ ഒരു സ്ത്രീ മുകളിൽ നിന്ന് ഒരു തിരികല്ല് എറിഞ്ഞവൻ്റെ തലയോട്ടി തകർക്കുന്നു. ഒരു സ്ത്രീയുടെ കൈവശം മരിച്ചുവെന്ന നാണക്കേട് ഒഴിവാക്കാൻ അവൻ തൻ്റെ ആയുധവാഹകനോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ചരിത്രം അവൻ മറയ്ക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഓർമ്മിച്ചു വെച്ചത്. അധ്യായം ഈ വാക്കുകളോടെ അവസാനിക്കുന്നു. അബീമലേക്കിൻ്റെ ദുഷ്ടതയ്ക്കും ശേഖേമിലെ പുരുഷന്മാരുടെ ദോഷത്തിനും ദൈവം തക്ക പ്രതിഫലം നൽകി. ദൈവത്തിൻ്റെ നീതി വൈകുന്നതായി തോന്നിയാലും അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ 2 അധ്യായങ്ങളും ഇന്നത്തെ വിശ്വാസികളോട് വളരെ ശക്തമായി സംസാരിക്കുന്നു. ഒന്നാമതായി, ആത്മീയ വിജയം യുദ്ധത്തിൻ്റെ അവസാനമല്ല. ഗിദെയോൻ മിദ്യാനെ തോൽപ്പിച്ചു. എന്നാൽ പിന്നീട് അഹങ്കാരത്തോടും ആത്മീയ വിട്ടുവീഴ്ചയോടും പോരാടുന്നതിൽ പരാജയപ്പെട്ടു. പല വിശ്വാസികളും കഷ്ടതയുടെ കാലത്തല്ല വീഴുന്നത്, വിജയത്തിന് ശേഷമാണ് വീഴുന്നത്. അതിനാൽ വിജയസമയത്ത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. രണ്ടാമതായി, ദൈവം പദവിയേക്കാൾ സ്വഭാവത്തിന് വില നൽകുന്നു. അബീമേലെക്ക് ദൈവവിളിയില്ലാതെ കിരീടം ആഗ്രഹിച്ചു. എന്നാൽ ദൈവരാജ്യത്തിൽ നേതൃത്വം സ്വയം ഉയർത്തുന്നതിലല്ല, വിനയത്തോടെ മറ്റുള്ളവരെ സേവിക്കുന്നതിനാലാണ്. കർത്താവായ യേശുവും ഏറ്റവും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്ന് പഠിപ്പിച്ചു. മൂന്നാമതായി, വിഗ്രഹാരാധന പലപ്പോഴും വളരെ സൂക്ഷ്മമായി ആരംഭിക്കുന്നു. ഗിദെയോൻ്റെ എഫോദ് ആദ്യം അപകടകരമായി തോന്നിയില്ല. എന്നാൽ ക്രമേണ അത് ജനങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഇന്നും നമ്മുടെ ജോലി, ശുശ്രൂഷ, സമ്പത്ത്, നേട്ടങ്ങൾ, പ്രശസ്തി എന്നിവ ക്രിസ്തുവിന് മാത്രം അർഹമായ സ്ഥാനം കൈക്കലാക്കുമ്പോൾ അവ ആധുനിക വിഗ്രഹങ്ങളായി മാറാം. അവസാനമായി, ദൈവം ചരിത്രത്തിൻ്റെ പരമാധികാരിയാണ്. ദുഷ്ടന്മാർ ഒരു കാലത്തേക്ക് വിജയിക്കുന്നതായി തോന്നാം, എന്നാൽ അവസാനം നീതി സ്ഥാപിക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ്റെ അധികാരമോഹത്തിനോ ദുഷ്ടപദ്ധതികൾക്കോ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്താൻ ആവില്ല. കർത്താവ് നമ്മെ കഷ്ടതയുടെ സമയത്ത് മാത്രമല്ല, വിജയത്തിൻ്റെ സമയത്തും വിശ്വസ്തരായി നിലനിൽക്കാൻ സഹായിക്കട്ടെ. അങ്ങനെ അവൻ മാത്രം നമ്മുടെ രാജാവും ഇടയനും ആരാധനയ്ക്ക് യോഗ്യനായവനും ആയിരിക്കട്ടെ. ആത്മീയ വിജയങ്ങൾക്ക് ശേഷവും ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വിജയം, സുഖജീവിതം, അംഗീകാരം എന്നിവ ദൈവത്തെ ആശ്രയിക്കുന്ന എൻ്റെ പൂർണ്ണ ആശ്രയത്വത്തെ ക്രമേണ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫലം കായ്ക്കുന്ന മരങ്ങളെപ്പോലെ വിനയത്തോടെ ദൈവം നൽകിയ വിളിയിൽ വിശ്വസ്തനായി തുടരുകയാണോ ഞാൻ? അതോ അഹങ്കാരവും അംഗീകാരമോഹവും എൻ്റെ ശുശ്രൂഷയെ രൂപപ്പെടുത്തുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.